കൊള്ളുന്നു. ആശീർവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. പ്രിയമുള്ളവരെ, മാറി മാറി വരുന്ന UDF, LDF മുന്നണികൾ കേരളത്തെ തകർക്കുകയാണെന്ന് NCP വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ സംഘടിപ്പിച്ച NCP സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവ്വമേഖലകളിലും വളരെ വലിയ വികസന സാധ്യതകളുള്ള സംസ്ഥാനമാണ് കേരളം. അത്രമേൽ വിഭവ സമ്പന്നമാണ് കേരളം. എന്നാൽ അധികാരത്തിനു വേണ്ടിയുള്ള വടംവലികൾ മൂലം ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാണ് മുന്നണികൾ മുന്നോട്ടു പോകാറുള്ളത്. ഇതിനൊരു മാറ്റം വരുത്തുവാൻ വേണ്ടിയാണ് NCPയുടെ പോരാട്ടം. കേരളത്തെ സുസ്ഥിര വികസനത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ കാതലായ ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം സൃഷ്ടിക്കുവാൻ NCPക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. We are in Mumbai with the NDA, but we fight separate election in Arunachal, Nagaland, in Delhi just now, in Jammu Kashmir, in Jharkhand. We fight alone or with somebody else. So that is why in Kerala you can take decision in the interest. We sit down for the party and what is best, we will take a decision. We in Delhi will not tell you do this, do that. We will guide you and help you. But we will want you to take the right decision which is in the interest of the people of Kerala. ഇപ്പോഴുള്ള സാധ്യതകളെ കൊള്ളയടിക്കുന്ന സർക്കാർ സമീപനങ്ങളെ ഇല്ലാതാക്കി സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്തെ കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ NCP തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ പാർട്ടിയുടെ ചിഹ്നം ഉപയോഗിച്ച് MLAയും മന്ത്രിയുമായ ശേഷം പാർട്ടിയെ തള്ളിപ്പറഞ്ഞു പോയവർ ആ സ്ഥാനങ്ങൾ കൂടി ഒഴിവാക്കാനുള്ള മാന്യത കാണിക്കണം. മന്ത്രി AK ശശീന്ദ്രനെയും തോമസ് കെ തോമസ് MLAയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകും. മന്ത്രി AK ശശീന്ദ്രനെയും തോമസ് കെ തോമസ് MLAയെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകും. ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ നിലപാടുകളാണുള്ളത്. മഹാരാഷ്ട്രയിൽ മാത്രമാണ് NDA സഖ്യത്തിൽ NCP ഭാഗമായിട്ടുള്ളത്. നാഗാലാൻഡിൽ 9 MLAമാർ NCPക്കുണ്ട്. അരുണാചൽ പ്രദേശിലും MLAമാരുണ്ട്. ഡൽഹിയിൽ 30ഓളം സീറ്റുകളിൽ BJPക്ക് എതിരെ കൂടിയാണ് NCP മത്സരിച്ചത്. അതായത് സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് NCP നിലപാടുകൾ കൈക്കൊള്ളുന്നത്. കേരളത്തിൽ പാരമ്പര്യമായി NCP ഉയർത്തിക്കാട്ടുന്ന ചില മൂല്യങ്ങളുണ്ട്. അതങ്ങനെ തന്നെ സംസ്ഥാനത്ത് തുടരുകയും ചെയ്യും. കേരളത്തിൽ ഒരു മുന്നണിയുടെയും ഭാഗമാകാത്ത സ്വതന്ത്ര നിലപാടാണ് NCPക്കുള്ളത്. മറ്റ് മുന്നണി പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങൾ സംസ്ഥാനത്ത് ഭാവിയിൽ തീരുമാനിക്കാവുന്നതാണ്. നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലേക്ക് പാർട്ടിയെ സജ്ജമാക്കുക എന്നതാണ് നിലവിൽ NCPയുടെ ലക്ഷ്യം. സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യാത്രയും തുടർ പ്രവർത്തനങ്ങളും പാർട്ടിക്ക് പുതിയ ഉണർവ് നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയ വക്താവും ജനറൽ സെക്രട്ടറിയുമായ ബ്രിജ് മോഹൻ ശ്രീവാസ്തവ മുഖ്യപ്രഭാഷണം നടത്തി. NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. KA ജബ്ബാർ, KK ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു.